ഒരു 10-90 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. പക്ഷെ ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. സുഹൃത്തുക്കളെ, ഞങ്ങൾ പട്ടാമ്പി വന്ന കേട്ടോ. അപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് അലിക്കാനെ വീട് എടുക്കണ്ടായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ കാഴ്ച വെച്ചാൽ ഈ ഒരു വീടാട്ടോ, ഒരു 10-90 വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. പക്ഷെ ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത മറ്റൊന്നല്ല, ഇത് കട്ട വെച്ചിട്ടല്ല ഈ ഒരു വീടുണ്ടാക്കിയിട്ട്. ബക്കറാക്ക, എന്താണ് അതിന്റെ ഒരു പരിപാടി പറഞ്ഞിടത്താണ്? അതായത് പണ്ട് കാലങ്ങളിലൊക്കെ മണ്ണ് നല്ലപോലെ കളച്ചു കൂട്ടിയിട്ട് ഉമി, അതേപോലെ കുളർമാവില്ലേ അത് ഒക്കെ വെട്ടിക്കൂട്ടി ദിവസങ്ങളോടെ ഇടും. പിന്നെ ചവിട്ടി കുഴച്ച് എറിഞ്ഞു പിടിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു ചുമര ഒരു ഭിത്തിയായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തും അതേപോലെ അപ്പുറത്തും പലക അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ നിറക്കുകയാണോ ചെയ്യാ? അത് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ ഇത് ഉരുളിങ്ങനെ അടിച്ചു അങ്ങനെ കൊണ്ടുപോയത്, എന്നിട്ട് പിന്നെ ഷേപ്പ് ആക്കും. പിന്നെ ഷേപ്പ് ആക്കും. ഓ, വല്ലാത്തൊരു തന്നെ കേട്ടോ. നമ്മളിപ്പോ അതിനൊക്കെ ഓരോ സെക്ഷൻ ആയിട്ടാണ് കണ്ടോ, ഓരോ സെക്ഷൻ ആയിട്ടാണ് അത് ഉണ്ടാക്കുക. ഒരു സെക്ഷൻ അതൊന്ന് സെറ്റ് ആകുമ്പോ പിന്നെ അടുത്ത സെക്ഷൻ അല്ലേ. അതിന് അന്ന് ഇന്നത്തെ മാതിരി മടിയന്മാരല്ലോ, ഒരു 24 മണിക്കൂറും പണിയെടുക്കണല്ലേ. ഒരു കഞ്ഞിലോളം കുടിച്ചിട്ടാണെങ്കിൽ പണിയെടുക്കും. നമ്മളൊന്ന് ബിരിയാണി തിന്നാലും പണിയെടുക്കാൻ വയ്യ. സംഭവം സെറ്റപ്പ് കേട്ടോ. പണ്ടത്തെ തറവാടുകളും വീടുകളൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്.